നീറ്റിന് വേണ്ടി കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. മാത്സിന് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള ഞാൻ JEE എക്സാം അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ഓൾമോസ്റ്റ് 99% സ്കോർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത് ഫിസിക്സും കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും കൂടെ നമ്മൾ എങ്ങനെ പഠിച്ച് തീർക്കുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലോക്ക് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ എത്രത്തോളം പഠിച്ചു അല്ലെങ്കിൽ നിങ്ങൾ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് പഠിച്ചതെന്ന് നോക്കാനൊന്നും ആരും വരുന്നില്ല. പക്ഷേ എല്ലാവരും നോക്കുന്ന ഒരൊറ്റ കാര്യമാണ് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത്. ഹായ് JEE ആസ്പിരൻസ്, JEE മെയിൻ സെഷൻ 1 ഇനി വെറും 10 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നിങ്ങൾ നല്ലൊരു ഫോക്കസോടുകൂടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു പെർസെൻറ്റേജിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ ഡ്രീം NITകളിലേക്കും IITകളിലേക്കും നിങ്ങൾക്ക് അഡ്മിഷനും സാധ്യമാവുന്നതാണ്. സോ നമുക്കറിയാം വെറും 10 ദിവസങ്ങൾ മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ. ഒരുപാട് ആൾക്കാർ ഒരുപാട് ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ച് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കുറച്ച് ആൾക്കാരാവാം ഈ വീഡിയോ കാണുന്നത്. അല്ലാത്തൊരു പക്ഷം കുട്ടികളെന്ന് പറയുന്നത് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല. മേ ബി ഒരു 50% പഠിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിലും കുറവ് ചാപ്റ്റേഴ്സേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു ലാസ്റ്റ് മൊമെന്റ് എത്തിയപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും അറിയാത്തില്ല ഒരവസ്ഥ. സോ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളിത് വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. എൻ്റെ ഒരു കേസ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിലേക്ക് കിടക്കാം. നീറ്റിന് വേണ്ടി കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. മാത്സിന് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള ഞാൻ JEE എക്സാം അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ഓൾമോസ്റ്റ് 99% സ്കോർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത് ഫിസിക്സും കെമിസ്ട്രി ആയിരുന്നു. എസ്പെഷ്യലി കെമിസ്ട്രി ആയിരുന്നു. എനിക്ക് 2 സബ്ജക്റ്റിന് 99% സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ കെമിസ്ട്രി ആണ് നിങ്ങളുടെ JEE എക്സാമിന് ഏറ്റവും കുറഞ്ഞ എഫേർട്ട് ഇട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്. കെമിസ്ട്രിക്കും ഫിസിക്സിനും മാർക്കുള്ളത് മാത്രമാണ് ഞാൻ വെറും 2 ക്വസ്റ്റ്യൻസ് മാത്രം മാത്സിന് അറ്റൻഡ് ചെയ്തിട്ടും എനിക്ക് ഓൾമോസ്റ്റ് ഒരു 99% സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 10 ദിവസങ്ങളിൽ നമ്മളുടെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എങ്ങനെ എനിക്കൊരു 150+ മാർക്ക് ഏറ്റവും കുറഞ്ഞ എഫേർട്ടിൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കണം. ഓക്കെ, അതിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. നിങ്ങൾ ഇനോർഗാനിക് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ റിവിഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ NCERTയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മാക്സിമം ഇനോർഗാനിക് കെമിസ്ട്രി ബൈ ഹാർട്ട് ചെയ്യാൻ നോക്കുക. ഒപ്പം തന്നെ കെമിക്കൽ റിയാക്ഷൻസ്, ഓർഗാനിക് കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ അതിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ആ റിയാക്ഷൻസ് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, ഒപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ട്രെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പ്യൂരിഫിക്കേഷൻ പോർഷനിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ GOCയിലെ പ്യൂരിഫിക്കേഷൻ പോർഷനൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, കെമിസ്ട്രിക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, പുതുതായിട്ട് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇനി ഒരു ചാപ്റ്റേഴ്സ് പഠിക്കാൻ നിൽക്കരുത്. പഠിച്ച ചാപ്റ്റേഴ്സിനെ റിവിഷൻ ചെയ്യുക. എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കുക. കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. എത്രത്തോളം നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ഈ ഒരു അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെയാണ് ഫിസിക്സിൻ്റെ കേസിലും. ഓക്കെ, ഫിസിക്സിൻ്റെ കേസിൽ എനിക്കറിയാം നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഫോർമുല ഷീറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് PDF ഒക്കെ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. സോ കൂടുതൽ ഫോർമുല ഷീറ്റ്സുകൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തെ ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ ഈ ഒരു അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് കൂടുതൽ ടൈം എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കണം, നിങ്ങളത് ചെയ്യാൻ നോക്കി തന്നെയാവണം. ഓക്കെ, സോ ഈ ഫോർമുല ഷീറ്റ്സ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചെടുക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കെമിസ്ട്രിക്കും ഫിസിക്സിനും നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പഠിക്കുക. മാത്സ് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അല്ലാത്തവരുടെ കേസിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ പഠിച്ചു പോകുന്ന അതേ സ്ട്രാറ്റജിയിൽ പോവുക. പക്ഷേ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഫിസിക്സും കെമിസ്ട്രി ആയിരിക്കണം ഇത്തവണത്തെ നമ്മളുടെ വജ്രായുധങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു 150+ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി ഫിസിക്സിലും കെമിസ്ട്രിയിലും എല്ലാ ചാപ്റ്ററും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. നിങ്ങൾ കഴിഞ്ഞൊരു 5 വർഷത്തെ ഒരു മാർക്ക് അനാലിസിസ് എടുത്തു നോക്കുകയാണെങ്കിൽ, ചാപ്റ്റർ വൈസ് മാർക്ക് അനാലിസിസ് എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണെങ്കിൽ ചില ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു 10ഓളം ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്തമാറ്റിക്സിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രിക്കും ഫിസിക്സിനും ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു 10 ചാപ്റ്റേഴ്സ് മാത്രമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കാൻ പോകേണ്ടത്. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കണം. എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് മാത്രമേ ഞാൻ ഇനി JEE എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾ മാറ്റി വെക്കുക. ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ മാത്രം നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. നല്ല രീതിയിൽ പഠിച്ചെടുക്കുക, നല്ല രീതിയിൽ റിവിഷൻ കൊടുക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമുക്ക് കെമിസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് അറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ GOC ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഒക്കെ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് കെമിസ്ട്രിയിൽ കാണാൻ
പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കെമിസ്ട്രിക്ക് അങ്ങനെ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു ടോപ്പ് 10 അല്ലെങ്കിൽ 12 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുക. സോ അങ്ങനെ പഠിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 70% മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മാത്രമായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെയാണ് ഫിസിക്സിൽ. നിങ്ങൾക്ക് അറിയാം മോഡേൺ ഫിസിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ള ചാപ്റ്റർ എന്നുള്ളത്. സോ ഇതേപോലെ തന്നെ നിങ്ങളൊരു 10 ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓൾമോസ്റ്റ് 70% മുകളിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മാത്രം സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ 2 സബ്ജക്റ്റിലും മാത്രമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, അവിടുന്ന് ഒരു 140+ അല്ലെങ്കിൽ 150+ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ മാത്സിന് നിങ്ങൾ ഒന്നും തൊട്ടിട്ടില്ലെങ്കിലും ഇനി നിങ്ങൾ മാത്സിന് ഒരു 5 ചാപ്റ്റർ മാത്രം അല്ലെങ്കിൽ ഒരു 4 ചാപ്റ്റർ 5 ചാപ്റ്റർ മാത്രമായിട്ട് നിങ്ങൾ പഠിച്ചു പോകണമെന്ന് വിചാരിച്ചോളൂ. ആ ചാപ്റ്റേഴ്സിന് മാത്രമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു 20% അല്ലെങ്കിൽ 30% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ആ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് മാത്സ് റെഡി ആവുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ച് കണ്ടുള്ള ചില ടോപ്പിക്സ് ഉണ്ട്. സോ ആ ടോപ്പിക്സിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാം സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ടോപ്പിക്സിന് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയും നിങ്ങൾക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എപ്പോഴും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് കെമിസ്ട്രിക്കാണ്, പിന്നെ ഫിസിക്സിനാണ്, പിന്നെ ആയിരിക്കണം മാത്സിന്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഫിസിക്സ് ആണ് അല്ലെങ്കിൽ മാത്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് എങ്കിൽ നിങ്ങൾ ആ രീതിയിൽ തന്നെ പോയിക്കോളൂ. ഞാൻ ജനറലി ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു 10 ദിവസം ഒരു സ്ട്രാറ്റജി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തോളം ഉള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മോക്ക് ടെസ്റ്റുകൾ. അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം അസൈൻ ചെയ്ത് തന്നിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടാവുമല്ലോ, അത് മോർണിംഗോ ഈവനിങ്ങോ ആയിരിക്കുമല്ലോ. അപ്പോൾ ഏതാണോ ഷിഫ്റ്റ്, ആ ഒരു ഷിഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു മടിയും വിചാരിക്കരുത്, ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ യാതൊരു മടിയും വിചാരിക്കരുത്. കൂടുതൽ തിയറി പഠിച്ചെടുക്കാം അല്ലെങ്കിൽ റിവിഷൻ ചെയ്യാം എന്ന് മാത്രം ഒതുങ്ങിപ്പോകരുത്. കൂടുതലും ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലായിരിക്കണം, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നതിലായിരിക്കണം ഈ ഒരു 10 ദിവസം നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ഓക്കെ, കെമിസ്ട്രിയിലോ ഫിസിക്സിലോ അല്ലെങ്കിൽ മാത്സിലേക്ക് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും കൂടെ നമ്മൾ എങ്ങനെ പഠിച്ച് തീർക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലോക്ക് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബ്ലോക്ക് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 3 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു 4 ചാപ്റ്റേഴ്സിനോ അല്ലെങ്കിൽ 3 ചാപ്റ്റേഴ്സിനോ വേണ്ടി കൊടുക്കുക. ഈ ഒരു 3 ദിവസത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്സിലെ 3 ചാപ്റ്റർ അല്ലെങ്കിൽ 4 ചാപ്റ്റർ, കെമിസ്ട്രിയിലെ 4 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ മാത്സിലെ 4 ചാപ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ മൊത്തം ഈ ഒരു 3 ദിവസം കൊണ്ട് പഠിച്ച് തീർക്കുക. അല്ലെങ്കിൽ റിവിഷൻ ചെയ്യുക, മാക്സിമം റിവിഷൻ ചെയ്യുക, ഈ ഒരു ചാപ്റ്റേഴ്സിലേക്ക് ക്വസ്റ്റ്യൻ ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ അടുത്ത ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ അടുത്ത പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്ന 3 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 4 ചാപ്റ്റേഴ്സ് വീതം ഓരോ സബ്ജക്റ്റിലെ പഠിക്കുക. ഇനി ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും പഠിച്ച് തീർക്കുക. ഇനി നമ്മൾ മെയിൻ റിവിഷൻ സ്ട്രാറ്റജി എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ കൂടുതലും ഇനോർഗാനിക് കെമിസ്ട്രി നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് NCERT വായിക്കുക അല്ലെങ്കിൽ ഓടിച്ചിട്ട് വായിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയമാണെങ്കിലും ഒപ്പം തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയമാണെങ്കിലൊക്കെ നിങ്ങൾ ചെയ്യുന്ന കുറേ മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്കുകൾ മാറ്റാനുള്ള ഒരു അവസരം കൂടി ആയിട്ട് നിങ്ങൾ ഈ 10 ദിവസം കാണുക. ഓക്കെ, അതായത് നിങ്ങൾ ചില ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് ഒരുപാട് സമയം കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. സോ അത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള നല്ല എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു സമയം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള മിസ്റ്റേക്സുകൾ നിർത്താനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഈ വരുന്ന 10 ദിവസങ്ങൾ നിങ്ങൾ കാണുക. നിങ്ങൾ എത്രത്തോളം പഠിച്ചു അല്ലെങ്കിൽ നിങ്ങൾ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് പഠിച്ചതെന്ന് നോക്കാനൊന്നും ആരും വരുന്നില്ല. പക്ഷേ എല്ലാവരും നോക്കുന്ന ഒരൊറ്റ കാര്യമാണ് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ മടിയും മാറ്റി വെക്കുക. ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സമയത്ത് പഠിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യലിൽ എത്തിച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. സോ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും നോക്കാത്ത ഒരാളാണെങ്കിലും ഈ ഒരു നിമിഷം മുതൽ പഠിച്ചു തുടങ്ങുക. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാത്രി അവസാനിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ചാപ്റ്റർ നിങ്ങൾ റിവൈസ് ചെയ്യുക, വീണ്ടും റിവൈസ് ചെയ്യുക. ആ ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റാക്കുക, അതും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ആ ബ്ലോക്ക് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. ഒപ്പം തന്നെ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചെടുത്ത് വീണ്ടും 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 റിവിഷൻ കൊടുത്തുകൊണ്ട് ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റാക്കുക. എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഇത്തവണത്തെ JEE റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ വിചാരിച്ച ഒരു പെർസെൻറ്റേജിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്.